ഒന്നുമില്ലെങ്കിലും ഞങ്ങള് ഡയറക്ടറിന്റെ കാല് പോയി പിടിച്ചിട്ട് പറയും നിങ്ങളൊന്ന് ഒന്നെടുക്കോ. നമ്മുടെ ഗബ്രി അപ്പൊ നമ്മളിവിടെ ഓഡീഷന്റെ സെന്ററിലാണ് കാസ്റ്റിംഗ്. റീഫ്രഷ്മെന്റ് ഡ്യൂട്ടിയിലുള്ള ജാബി ഇവിടെ തന്നെ കുത്തിയിരിപ്പാണ്. നന്ദനാസി പിന്നെ വേറെ പണിയൊന്നുമില്ല, എല്ലായിടത്തും ഉണ്ട്. ഓൾ ഇൻ ഓൾ ആണ്. പാർട്ട്ണർ ഇൻ ക്രൈം. പിന്നെ അപ്പൊ നമ്മുടെ ഷൂട്ടിന്റെ ഏരിയ ആണിത്. ഇവിടെ ഓഡീഷൻ നടക്കുന്നുണ്ട്. അക്കീല് വായും പൊളിച്ചിരിക്കുന്നുണ്ട്. അവിടെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട്. ഒരു ഓഡീഷൻ കഴിഞ്ഞ് സക്സസ് ആയിട്ട് വരികയാണ് ഒരാള്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ കാര്യമായിട്ടുള്ള ഓഡീഷൻ നടക്കുകയാണ്. സിനിമയിലേക്കുള്ള കിക്കിൻ്റെ സിനിമയിലേക്കുള്ള ഓഡീഷനാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നത് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മള് നമ്മുടെ ഇന്റർനാഷണൽ മിസ്സിസ് കേരള ഫസ്റ്റ് ഗോൾഡൻ ബ്യൂട്ടിഫുൾ റണ്ണറപ്പ് എന്തൊക്കെയുണ്ട്. സുംബ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ സുംബ പഠിക്കുന്നവർക്കൊക്കെ അവിടെ ശ്രീലക്ഷ്മിയെ കോണ്ടാക്ട് ചെയ്യാം. അവിടെ തൃശ്ശൂര്. ഹലോ. അപ്പൊ നമ്മള് ഇപ്പോ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലല്ല, മുരിങ്ങൂരിലുള്ള ചെന്നൈ ആനന്ദ ഭവനില്. ധ്യാന കേന്ദ്രത്തിലാണോ? മുരിങ്ങൂർ എന്ന് പറഞ്ഞാൽ ധ്യാന കേന്ദ്രം ഭയങ്കര ഫേമസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ മുരിങ്ങൂർ ധ്യാന കേന്ദ്രം. അപ്പോൾ നമ്മളിപ്പോ മുരിങ്ങൂർ ചെന്നൈ ആനന്ദ ഭവനിലെ ഒരു പ്ലേസിലാണ് നിൽക്കുന്നത്. അവിടെ കാര്യമായിട്ടുള്ള തൃശ്ശൂർ മുരിങ്ങൂർ എല്ലാവർക്കും അറിയുണ്ടാവും എന്തായാലും. അപ്പോൾ നമ്മളവിടെ ഒരു ഓഡീഷനാണ് വന്നത്. കാസ്റ്റിംഗ് കോൾ നടക്കുകയാണ്. കിക്കിൻ്റെയും റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസും കൂടി സംയുക്തമായി ചേർന്നിട്ട് നടത്തുന്ന ഒരു ഓഡീഷനാണ്. അതിൽ കിക്ക് മെമ്പേഴ്സ് ഉണ്ട്, മീൻസ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. കൂടാതെ പുറത്തുനിന്നുള്ള ആൾക്കാർക്കും നമുക്ക് ഇതിൽ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. നമ്മളൊക്കെ ക്രൂ മെമ്പേഴ്സാണ് അല്ലേ? ക്രൂ മെമ്പേഴ്സാണ്. പിന്നെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഓഡീഷനൊക്കെ ചെയ്യും അല്ലേ? ഞാൻ ഇന്നലെ കാര്യമായിട്ട് നന്ദനസിനോട് കുറച്ച് അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അഭിനയം ഇന്നലെ ഫുള്ള് പഠിക്കുന്നു. കണ്ണാടിന്റെ മുന്നിൽ ഞാൻ ഫുള്ള് അഭിനയിക്കുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഇന്നലെ ഞാൻ എന്റെ ജോലിയും കൂടി ഒഴിവാക്കി. രാവിലെ ഞാൻ ഇന്നലെ എന്റെ ജോലിയും കൂടി ഒഴിവാക്കി ഞാൻ ഫുള്ള് കണ്ണാടിന്റെ മുന്നിൽ അഭിനയായിരുന്നു. കൂടെ നന്ദനസി വീഡിയോ ക്യാമറ അപ്പുറത്തുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു ഭയങ്കര അഭിനയം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് തന്നെ നന്ദനസി പറഞ്ഞു എന്റെ സിനിമയിൽ എന്തെങ്കിലും എടുക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഞാനാണ് ഇതിലെ മെയിൻ റോള്. അപ്പൊ ഇതിലെ മെയിൻ റോള്. എന്റെ അസിസ്റ്റന്റ് ആയിട്ട് നന്ദനസി ഞാൻ മെയിനാണോ? ഇതിനെല്ലാം ഡയറക്ടർ കഴിയണം. ഞങ്ങൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഡയറക്ടർ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ സിനിമയുടെ ഡയറക്ടർ വിനു വിജയാണ്. പിന്നെ നമ്മുടെ 2-3 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ കിഷ്കിന്ദ കാണ്ഡത്തിന്റെ ഡയറക്ടർ വന്നിട്ടുണ്ട്. പിന്നെ ലെവൽ ക്രോസിന്റെ ഡയറക്ടർ. ഇവരെല്ലാവരും കൂടിയിട്ടാണ് രണ്ട് പ്ലേസിലാണ് ഓഡിഷൻ നടക്കുന്നത്. അത് ഒരു ഓഡിഷന്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ നോർമൽ, അതായത് പുറത്തുനിന്നുള്ള ആൾക്കാർ രജിസ്റ്റർ ചെയ്ത ആൾക്കാർ. കിക്കിന്റെ മെമ്പേഴ്സിന് സെപ്പറേറ്റ് ഓഡിഷനാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു ഇതിന് മുന്നേ ഞാൻ കാണിച്ചത് നമ്മുടെ നവനീത് എന്നല്ല പേര്, നവനീത് പറഞ്ഞ ആളാണ് നമ്മുടെ ആക്ടിങ് ട്രെയിനർ. അപ്പൊ നവനീത്. അപ്പൊ അവര് നല്ല ഞങ്ങളവിടെ ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. സത്യം ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. അതെ, കുറെ ഓഡീഷൻ പോയിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഓഡീഷനാണ്. ഒരാളിവിടെ സീരിയലൊക്കെ അഭിനയിച്ചതാണ്. അത് ഞാൻ ഇപ്പൊ കാണിച്ചത്. അപ്പൊ ഞങ്ങള് ആദ്യത്തെ ഓഡീഷനാണ്. ഞങ്ങൾ ആദ്യത്തെ ഓഡീഷൻ ആണെങ്കിൽ ഞങ്ങൾ എന്തായാലും എടുക്കും. കാരണം ഞങ്ങൾ ഭയങ്കര തകർത്ത അഭിനയിച്ച ആൾക്കാരല്ലേ. ഒന്നുമില്ലെങ്കിലും ഞങ്ങള് ഡയറക്ടറിന്റെ കാല് പോയി പിടിച്ചിട്ട് പറയും ഒന്നെടുക്കോ. ആരും അപേക്ഷിക്കണം. അല്ല, നമ്മളെ ഓഡീഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ആർക്കും കാണാൻ പറ്റില്ല. ക്യാമറ ആംഗിളൊന്നും വെച്ചാൽ കാണില്ല. നോക്കുമ്പോ കാലിന്റെ ഉള്ളിൽ ഞങ്ങള് സാർ ഒന്നെടുക്കണം, അഭിനയിക്കാൻ അറിയില്ല സാർ. അതെ, ഞാൻ പറഞ്ഞിട്ട് എന്റെ സൈഡിൽ കൂടെ ഉള്ളിൽ കൂടെ നടത്തിയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മളൊക്കെ അഭിനയിച്ച കാര്യമില്ല. നമ്മളെ മറ്റേ കട്ട് ചെയ്താലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ പറയാം, ബിരിയാണി നല്ല വിശപ്പുണ്ട്. ബുക്കാറച്ചില്ല കുട്ടി, ബുക്കാറൻ വയറ്റില് തട്ടി. ബുക്കാറെന്ന് പറഞ്ഞാ അപ്പൊ അവിടെ ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കിക്കിന്റെയും റാഫേലിന്റെയും അപ്പുറത്ത്.
മുടി മാറ്റടോ. റാഫേലിന്റെ ടീഷർട്ടൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ സിനിമയിൽ ചാൻസ് ഇട്ടില്ല. അപ്പൊ റാഫേൽ ചേട്ടനെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് നോർമൽ വെള്ള വൈറ്റ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ തകർത്ത് അഭിനയിക്കാൻ പോവാണ്. ഞങ്ങൾ ഓഡീഷനിൽ പോവാണ്. കിട്ടിയാലും കിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോയി തകർത്ത് അഭിനയിക്കല്ലേ. അഭിനയം വാരി. അതെ, കാണാം നിങ്ങൾക്ക്. നന്ദന സിക്ക് എല്ലാവരും കുറെ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ ഓവർ ആക്ടിങ് ആണ്. ആ ഓവർ ആക്ടിങ് ഞങ്ങൾ ഇന്ന് കാണാൻ പറയാറുണ്ട്. ആരൊക്കെ കമന്റ് അപ്പൊ പലതും പറയും. സ്ത്രീ ഭാര്യ കണ്ണന്റെ കൂടെ നടന്ന് കണ്ണാപ്പിയുടെ കൂടെ നടന്നിട്ട് ശരിക്കും ഒരു വാഴയായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഭർത്താവിനെ കണ്ണാക്കി വിളിക്കുന്നു. അപ്പൊ നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയ കലാകാരി എവിടെയാ? സീ കേരളത്തിൽ പാർവതിയോ സീരിയലിന്റെ പേര്? ആ ഓക്കെ, സോറി ഞങ്ങള് കണ്ടിട്ടില്ല കേട്ടോ, സോറി. അത് ക്ഷമിക്കല്ല. പക്ഷെ ഒരു റെനൗണ്ട് ആക്ട്രസ് ആണ്. ഞങ്ങളൊക്കെ പുതുമുഖങ്ങൾ ആണെങ്കിലും ഇവരൊക്കെ എക്സ്പീരിയൻസ് ആയ ആൾക്കാരാണ്. സുംബ ഇൻസ്ട്രക്ടറാണ്. സുംബയിലൂടെയാണ് നമ്മൾ ആക്ടിങ് പഠിപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഇളകിയിട്ട് നടിയാണ്, മികച്ച നടിയാണ്. നമ്മുടെ ബിരിയാണി വന്നിട്ട് സായി അവിടെ വീഡിയോ എടുക്കണം. അതുകൊണ്ടാണ് സായിനെ വിളിക്കാൻ പറ്റാഞ്ഞത്. അല്ല കേട്ടാ, എന്റെ പാവച്ചെന്നോടെ ഒറ്റയ്ക്കാക്കി എന്നിട്ടാണ് ഇവിടുന്ന് വെട്ടി വിഴുങ്ങണത്. നടക്കണ്ടേ? ഹായ് നമ്മുടെ ഗബ്രി. അങ്ങനെ നമ്മളെ ഗബ്രി ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗബ്രി ഓഡീഷന് വന്നിട്ടുണ്ടായിരുന്നു. ഗബ്രിക്ക് പിന്നെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ ഓഡീഷന്റെ ആവശ്യമില്ല. രണ്ട് ഗബ്രികൾ സെറ്റിൽ വരുമ്പോഴേ ഞാൻ അഭിനയം പുറത്തെടുക്കും. പിന്നെ മാറ്റാൻ പറ്റില്ല. ഇവിടെ ആണെങ്കിൽ അവർക്ക് മാറ്റാൻ പറ്റും. കിക്കിന്റെ വ്ളോഗിന്റെ അപ്പൊ നമ്മള് ജിത്തുബായി അഭിനയിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അഭിനയിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കും. എങ്ങനെ അഭിനയിക്കുന്ന നേരായിട്ടും മുന്തി വിട്ടിട്ട് അഭിനയിക്കാൻ പോണില്ല. ലാസ്റ്റ് മതി എല്ലാ കലാശ കൂട്ടിലെ അവസാനം എന്റെ അഭിനയം കണ്ടിട്ട് അവര് തക്കപ്പ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ എന്റെ പേരൊരു നന്ദനസി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേരായിട്ട് പേര് തുടങ്ങിയപ്പോ മുതൽ വിറയൽപ്പനി അനുഭവിച്ചിട്ട് അല്ല കുറെ നേരം മറ്റേ അവിടുത്തെ ട്രെയിനറെ സോപ്പിട്ട് ഇറക്കണം. ട്രെയിനറിനോട് ചേട്ടാ സുഖമാണോ, എന്താണ് നമ്മൾ നിങ്ങൾ അഭിനയിക്കുന്ന ഡയലോഗ് കടിക്കുന്നത് വന്നിട്ട്. അപ്പൊ നമ്മളെല്ലാരും ഉണ്ട്. സായിന്റെ ടീം എല്ലാരും ഉണ്ട്. നമ്മുടെ കോസ്റ്റ്യൂം ഡിസൈനർ, ഡയറക്ടർ സാർ, ആക്ടർ സാർ. റസ്മിൻ ഭായി ദുബായിൽ നിന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ കാര്യമായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക, തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റസ്മിൻ ഭായിന്റെ അഭിനയം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ജിത്തു ഫസ്റ്റ് ഓഡീഷനാണ്. റൊമാൻസ് തകർത്ത് അഭിനയിക്കുന്നു. റൊമാൻസ് തെറ്റാ മിണ്ട സംസാരിക്കാൻ അവസരമേ നല്ല എക്സ്പീരിയൻസ്. നമ്മുടെ ഒരു ഫാമിലി നമ്മുടെ മറ്റേ ആക്ടിങ് ട്രെയിനർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് കേട്ടോ. ആക്ടിങ് ട്രെയിനർ ഇംപ്രസ്ഡ് ആയി. ഇങ്ങനെ ഒരു നല്ലൊരു അവിടെ കാര്യമായിരുന്ന ക്രിക്കറ്റ് പ്രാക്ടീസ് ആണ്. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് ഓഡീഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ആനന്ദഭവൻ നിങ്ങൾക്ക് കാണാം. പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ റാഫേൽ പ്രൊജക്ട്സിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സിനിമേൻ്റെ ഓഡീഷൻ നടക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മളൊക്കെ ഇനി അഭിനയിക്കട്ടെ. എന്താ രസമായിട്ട് ഒരു നല്ല രസമല്ലേ, കോമഡി ആയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി അടിപൊളി ആയിട്ട്. എൻ്റെ പാർട്ട്ണറെ ഞാൻ വിളിക്കാൻ പോവാണ്. കോറൽത്തപ്പോ
മനസ്സിലാക്കിയിട്ടില്ല നീ അറിയാതെ പറയുന്നുള്ളത് നിന്റെ സൈഡാണ്. ചെയ്തത് അറിയപ്പെടുമല്ലോ. എന്റെ ഈ സാധനം ഊരി മേടിച്ചിട്ട് വീണ്ടും അടുത്തത് ഊരി മേടിക്കട്ടെ. കഥ പറയാം. അപ്പൊ അതിന്റെ ഒരു പ്രൊഡ്യൂസർ ആക്സിഡന്റിൽ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന് ഒരു അപകടം പറ്റുന്നതും പിന്നീട് അങ്ങോട്ട് നടക്കുന്ന സംഭവവികാസങ്ങളിൽ ആ കഥ പറയാൻ വേണ്ടിയിട്ട് ഷാഫി ചമ്മാണ്ണ ആനന്ദ് സിനിമയുടെ സെറ്റിൽ പോയിട്ട് ഞാൻ കാണാം. ഷാഫി ചമ്മാണ്ണ കഥ ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നോട് പറഞ്ഞു നമുക്ക് നോക്കാം, നമുക്ക് ചെയ്യാമെന്ന്. അപ്പൊ വളരെ പ്രാരാബ്ദമുണ്ടായിരുന്ന ഒരു പയ്യന്റെ കഥ കേൾക്കാൻ ഷാഫിക്ക് അന്ന് തയ്യാറായ ഒരു വലിയ മനസ്സ്, അത് ഇന്ന് ഞാൻ ഇവിടെ സ്മരിച്ചുകൊണ്ട് പറയാണ്. ആ 2016 ആ ബന്ധം ഇന്ന് എനിക്ക് ഇവിടെ കിട്ടിയത് ഷാഫിക എന്ന് പറയാനില്ല. എല്ലാവർക്കും കൂടെ ഉണ്ടായിട്ടുള്ള നീതു, എല്ലാവരും ദൃശ്യത്തിന്റെ എഡിറ്റർ അദ്ദേഹം ചെയ്ത ഇന്നിവിടെ ഇല്ല കുറെ മനുഷ്യന്മാര് അല്ലെ, അവരുടെയൊക്കെ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പരിഗണനയോട് കൂടി വന്ന ആൾക്കാരുടെ മാത്രമാണ്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാല് വിനു ബ്രോ ഞങ്ങളും എപ്പോഴും പ്രശ്നമാണ് പല കാര്യങ്ങളും. ജോജോട്ടിന് പറയാൻ വരികയാണ്, വിനു ബ്രോ ആയിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കലും വിനു ബ്രോ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും അല്ലേ സായി. ഞങ്ങൾക്കൊരു മൈലേജാണ്, ഞങ്ങളുടെ അഭിമാനമായിട്ടുള്ള ഒരു സംവിധായകൻ, അദ്ദേഹത്തിന്റെ പ്രിയ പത്നി സാന്നിധ്യം, ഞങ്ങളുടെ പ്രായത്തിൽ മുതിർന്നു നിൽക്കുന്ന ശ്രീ മൊയ്നുക്ക, കോച്ചിങ് കൊടുത്തിട്ടുള്ള ഒരു 27 വയസ്സുകാരനായിട്ടുള്ള ഗബ്രി. എൻ്റെ കഴിവിൽ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു വീഡിയോ ചെയ്യാം, അത് ഓപ്പണായി നെഞ്ചു വിരിച്ച് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിക്കിനെ സംബന്ധിച്ചിടത്തോളം സായി നൽകിയിട്ടുള്ള ഒരു, അതായത് ഇപ്പൊ മൊയ്നുക്ക ഓടിച്ചാടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും സായി പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് എന്ത് കേക്കില്ല. നമ്മൾ പറയുന്ന ഫോണ് അത് മറ്റത് മറിച്ചതെന്നൊക്കെ ഇങ്ങനെ ചെയ്തോണ്ടോ പെട്ടെന്ന് അറിയും അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ വിചാരിക്കുമ്പോൾ കേൾക്കുന്നേ ഇല്ല, പക്ഷെ എല്ലാം കൃത്യമായി ഒപ്പിയെടുക്കുന്ന ആ ഒരു ബ്രില്യൻ്റ് ആണ് സായി. ഞങ്ങൾ ആളെ ഇരുത്തിയിട്ട് ഒരു സംഘടന സെക്രട്ടറിയെ പറയാനല്ല, ഇതാണ് അവസരം എന്ന് തോന്നി അങ്ങനെ ഒരാളെ നമ്മുടെ സംഘടനയിൽ എൻ്റെ സഹപ്രവർത്തകനായി കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഞാനായിട്ട് സ്വന്തം നോക്കുന്നില്ല. ഒരുപാട് എന്താ പറയുക, കുറേ കാലമായിട്ട് പേഴ്സണലി എൻ്റെ ഒരു ഡ്രീമാണ് ഒരു സിനിമയുടെ ഒരു ഭാഗമാവുക എന്നുള്ളത്. സോ മേ ബി അതിൻ്റെ ഒരു ജേർണിയിൽ എങ്ങനെ എന്തെന്നൊന്നും അറിയാത്തൊരു വഴിക്കാണ് വ്ളോഗിങ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്തിയത്. പിന്നെ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള ചോദ്യം വന്നപ്പോഴേക്ക് സിനിമ കുറേ കാലമായിട്ട് മൈൻഡിലുള്ളത് കൊണ്ട് സിനിമയോട് അഭിപ്രായം പറയും, അതിൻ്റെ ഭാഗമായിട്ടുണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു ഭാഗമായിട്ടുണ്ട്. അങ്ങനെ പോയി എവിടെയെങ്കിലും ഒരു പോയിന്റ് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നു ഡെസ്റ്റിനി എന്താണെന്നെങ്കിലും വരും, അത് ഉറപ്പാണ്. കാരണം ഞാനെപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളെ ഡെസ്റ്റിനി നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, നമ്മളെ കയ്യിലല്ല, നമ്മളെ കയ്യിൽ ഇരിക്കാത്ത കാര്യമാണ്. എൻ്റെത് നേരെ തിരിച്ചാണ്. എനിക്ക് ഭയങ്കര കാൽക്കുലേഷൻ ഉണ്ട്. ഞാൻ എത്തേണ്ട ഡെസ്റ്റിനി എനിക്ക് കൃത്യമായിട്ട് എത്താൻ എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിക്കുമ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. എനിക്കറിയാം എപ്പോൾ എങ്ങനെ എവിടെ എന്ത് ഡെലിവർ ചെയ്യണം, അതെങ്ങനെ എത്തിക്കണം എന്നുള്ളത്. ഒരു ഹൈ കോൺഫിഡൻസ് ലെവൽ തോന്നുന്ന മനുഷ്യനാണ്. സോ എനിക്കിപ്പോൾ തോന്നി 3, 2, 1 ആക്ഷൻ.